Hi friends, welcome to CHILLI videos. ഇന്നിവിടെ നമ്മൾ തയ്യാറാക്കുന്നത് കല്ലുമ്മക്കായ ഫ്രൈ ആണ്. നല്ല നാടൻ രീതിയിൽ നല്ല എരിവൊക്കെയുള്ള സ്പൈസി ആയിട്ടുള്ള കല്ലുമ്മക്കായ ഫ്രൈ. ഇതിവിടെ തയ്യാറാക്കുന്നത് അമ്മയാണ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് കല്ലുമ്മക്ക നമുക്ക് കഴുകി വൃത്തിയാക്കി എടുക്കണം. അതിനുശേഷം ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. തിളപ്പിച്ചെടുക്കുമ്പോൾ ഇതിന്റെ മാംസം നമുക്ക് ഇതുപോലെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. അതിൻ്റെ മാംസമൊക്കെ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ പായലും നാര് പോലത്തെ ഒരു സാധനം ഉണ്ടാവും. അതെടുത്ത് കളഞ്ഞത് വൃത്തിയായിട്ട് നന്നായിട്ട് കഴുകിയെടുക്കണം. വൃത്തിയാക്കി വെച്ച കല്ലുമ്മക്ക നമുക്ക് ഇനി മാറിനേറ്റ് ചെയ്യാം. വളരെ കുറച്ച് കല്ലുമ്മക്കേ ഉള്ളൂ. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് ഒരു 15 മിനിറ്റ് വയ്ക്കാം. അതിന് ശേഷമാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്ക് മാറിനേറ്റ് ചെയ്ത് കല്ലുമ്മക്ക ഫ്രൈ ചെയ്തെടുക്കാം. ഡീപ്പ് ഫ്രൈ വേണ്ട, ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. ബാക്കി എണ്ണയിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്തും കൂടി വഴറ്റിയെടുത്ത് വയ്ക്കാം. പാനിലേക്ക് നമ്മളൊരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. 10 വെളുത്തുള്ളി അല്ലി, 4 പച്ചമുളക്, കുറച്ച് വേപ്പിലയും കൂടി ചേർത്ത് വഴറ്റാം. അതിലേക്ക് 2 സവാള അരിഞ്ഞുകൊണ്ട് ചേർക്കുന്നുണ്ട്. കുറച്ച് നേരം വഴറ്റി ഒരു ബ്രൗൺ നിറം ആകുമ്പോഴേക്കും ഒരു തക്കാളി അരിഞ്ഞുകൊണ്ട് ചേർത്ത് മിക്സ് ചെയ്യാം. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്കുള്ള മസാല നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം. അതിനായിട്ട് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു അല്പം എണ്ണ ചേർത്ത് ചൂടാക്കി അത് കരിയാതെ ഒരു ഇത്തിരി വെള്ളം ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് സവാള വഴറ്റിയതിലേക്ക് ചേർത്ത് ഇളക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച കല്ലുമ്മക്കായ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് വറുത്ത് വെച്ച തേങ്ങാക്കൊത്തും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് ഇളക്കിയെടുക്കാം. ഇനി അല്പം കറിവേപ്പില ചേർത്ത ശേഷം ഇറക്കി വയ്ക്കാം. അപ്പോൾ നമ്മുടെ നാടൻ കല്ലുമ്മക്കായ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയും സ്പൈസി ആയിട്ടുള്ള ഒരു ഡിഷാണ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ റെസിപ്പി ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.